നമ്മുടെ രതീഷിന് മൂന്നാമത്തെ തവണയും എൻട്രി കിട്ടിയിരിക്കുകയാണ്. ആ കാര്യത്തിലെ പുള്ളി ഭാഗ്യം ചെയ്തതാണ് കേട്ടോ. 3 തവണയൊന്നും ആരെയും ഹൗസിനകത്തേക്ക് കയറ്റി വിട്ടിട്ടില്ല. രതീഷിന് മാത്രം കിട്ടിയിട്ടുള്ള ഒരു അപൂർവ നേട്ടമാണ് അത്. രതീഷ് രണ്ടാമത്തെ തവണ വന്നപ്പോ ലൈറ്റായിട്ട് ജാസ്മിനെ വെറുപ്പിച്ചിട്ടാണല്ലോ പോയത്. ഗബ്രിയും ഉണ്ടായിരുന്ന ടൈം ആയിരുന്നു അത്. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി കൗൺസിലിംഗ് ഒക്കെ നടത്തിയിട്ടാണ് ആഷൻ വെളിയിലേക്ക് പോയത്. ജാസ്മിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു പിണക്കമുണ്ട് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം, ഞാൻ നിന്റെ ഏട്ടനല്ലേ മോളെ, രതീഷ് കാക്കയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അനിയത്തിപ്പാസമായിരുന്നു ജാസ്മിനോട്. വന്ന് കയറിയ പാടെ ജാസ്മിന് വേണ്ടി ഒരു പാട്ടൊക്കെ പാടി. ജാസ്മിൻ തന്നെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, ഫസ്റ്റ് ടൈം എനിക്ക് രതീഷ് കാക്കയോട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു രതീഷ് കാക്കേനെ. രണ്ടാമത്തെ തവണ രതീഷ് കാക്കയോടുള്ള എല്ലാ സ്നേഹവും പോയി, കാരണം നിങ്ങൾ എന്റെ മനസ്സ് വിഷമിപ്പിച്ചു എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ ജിൻഡോയെ മൈൻഡ് ഇല്ല എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. കയറി വന്ന പാടെ പൂജയെ പരിചയപ്പെട്ടു, എന്നിട്ട് ജിൻഡോയെ കയറി കെട്ടിപ്പിടിച്ചു. ജാനുവുമായിട്ട് കുട്ടിക്കളിയും ഒക്കെ ഉണ്ടായിരുന്നു. ജിൻഡോയാണ് ഏറ്റവും കൂടുതൽ സമയം കെട്ടിപ്പിടിച്ചത്. രതീഷിന് ആരോട് ഒരു പ്രശ്നവും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. രതീഷ് വരുന്നതിൽ ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചത് ജാസ്മിനാണ്. ഒന്നല്ല 2-3 തവണ അവിടെ ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ജാസ്മിനെ ഓർത്തത് ഒരുപക്ഷെ രതീഷിന് കണ്ടസ്റ്റന്റ് ആയിട്ടൊരു സെക്കൻഡ് ചാൻസ് കിട്ടാൻ വേണ്ടിയാണ് ജാസ്മിനെ ടാർഗറ്റ് ചെയ്തത് എന്നായിരിക്കും. അതായിരിക്കും ഇപ്പോഴും ചെറിയൊരു പിണക്കം ജാസ്മിന് രതീഷിനോട് തോന്നുന്നത്. എന്തായാലും രതീഷ് ഇപ്പോഴും ജാസ്മിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കോംപ്രമൈസ് ടോക്സും തങ്കച്ചിപ്പാസും ഒക്കെയാണ്. പിന്നെ പൂജയെ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ, പൂജയോട് പറയുന്നുണ്ട് ഫസ്റ്റ് വീക്ക് കട്ടപ്പുറത്തായ ആളാണ് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു രതീഷിന്റെ റീ എൻട്രി. ഇതൊന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല കേട്ടോ. മിക്കവാറും BB+ലോ വല്ലോ ആയിരിക്കും ഇത് കാണിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.